മാഡം പറഞ്ഞതുപോലെ പേരോർത്ത് വെച്ചത് നന്നായി, ഇല്ലേ പെട്ടുപോയനെ. രാഹില നല്ല പേരല്ലേ അമൃതേച്ചി? എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇതേ പേരില്. പേര് കൊള്ളാം. ഈ പേരിന്റെ അർത്ഥം എന്താ? പെട്ടും. ചാരു, ഇവളൊന്നും മിണ്ടുന്നില്ലല്ലോ. പേര് പോലെ തന്നെ നല്ല ഭംഗിയായിരിക്കും ഇവൾക്ക്. ആ അതെ ചേച്ചി. ആണോ? എന്നാ ഒന്ന് കാണണമല്ലോ. ഏയ് വേണ്ട അമൃതേച്ചി, എന്തായി കാണിക്കുന്നേ? ഇവളുടെ സൗന്ദര്യം ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ടാ. രാഹിലയുടെ കൂടെ ആരും വന്നില്ലേ? ഏയ് ഇല്ല. എന്താ കൂൾ ഡ്രിങ്ക്സ് എടുക്കാത്ത? ഇത് കുടിക്കേ. വാങ്ങി കുടിക്കറാഹില്ല, അപ്പോഴെങ്കിലും നിന്റെ മുഖം ഒന്ന് കാണാലോ. കുടിക്കേച്ചി. വേണ്ട, എനിക്ക് വയറിന് നല്ല സുഖമില്ല. എന്തോ കുഴപ്പമുണ്ടല്ലോ. മുഖം കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കില്ല, അതും ഞങ്ങൾ പെണ്ണുങ്ങളുടെ അടുത്ത്. എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട്. അമൃതേച്ചി ഒന്നും ഉണ്ടായിരുന്നേ. രാഹിലതാ കുടിക്കേ. വേണ്ട, വേണ്ടാഞ്ഞിട്ടാ. എനിക്കിതൊന്നും കുടിച്ച് ശീലമില്ല. കുറച്ചെങ്കിലും കുടിക്കേ. കുടിക്കേ. കുടിക്കറായില്ല. കുടിക്കേച്ചി, നല്ലതാ. ഫുഡിന്റെ ടൈം ആവുന്നതിന് മുമ്പ് ഡ്രിങ്ക്സ് കുടിച്ചാൽ നല്ല വിശപ്പുണ്ടാവും. അയ്യോ, അയ്യോ സോറി, കയ്യിന്ന് വഴുതി വീണതാ. സാരല്ല രാഹില. പിന്നെ കൈ വഴുതി. ഞാൻ പറഞ്ഞില്ലേ ചാരു, എന്തോ കള്ളത്തരമുണ്ട്. ചേച്ചി ഞാൻ പറഞ്ഞു വേണ്ടായിരിക്കാൻ. ചേച്ചി പോയാ ക്ലീനിങ് ബോയെ വിളിച്ചോണ്ട് വാ. നീ കഴിക്കാൻ വരുമല്ലോ, അപ്പൊ നീ ഇത് പൊക്കാതെ എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ചേച്ചി പോയിട്ടോ. അയ്യോ, കാലമാടൻ എന്തൊരു ഇടിയടിച്ചത്. ഓ ഓ ഓ ഓ അമ്മേ. അയ്യോ. രമേശ് ചേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ല, ഒന്ന് വഴുതി വീണു. അയ്യോ, വീണോ? എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? നടു ഒന്ന് വെട്ടി, അത്രേ ഉള്ളൂ. എന്നാ ഞാൻ പോയിട്ട് അശ്വതി ഇങ്ങോട്ട് വിടാം. ഞാനേ ക്ലീനിങ് ബോയെ നോക്കി വന്നതാ. അവിടെ പർദ്ദയിട്ട് ഒരുത്തി ഗ്ലാസ് താഴെയിട്ട് പൊട്ടിച്ചു. പർദ്ദയിട്ടവളോ? ആ, എവിടെയാവള്? ദാ ദേ അവിടെ ഉണ്ട്, കണ്ടില്ലേ? ഇടി കൊണ്ട് കണ്ണിൽ പൊന്നീച്ച പറക്കുന്നുണ്ട്, ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. എടി, നിന്നെ ഞാൻ വിടില്ല. അത് ശരി, അപ്പൊ അവളുടെ കയ്യിൽ നിന്നാണോ കിട്ടിയത്? എന്ത് കിട്ടിയെന്ന്? ഇടി. ഞാൻ മനസ്സിൽ പറഞ്ഞ കാര്യം അമൃത എങ്ങനെ കേട്ടു? മനസ്സിൽ പറഞ്ഞതേ പുറത്തേക്ക് വന്നപ്പോ കേട്ടതാ. എവിടെയുള്ളു അവളെ? ഇന്ന് ഞാൻ ക്ലീനിങ്ങിന് ഇപ്പൊ ആള് വരും ചാരു. ആ ചാരു, പിന്നെ ഒരു കാര്യം. എന്താ അമൃതേച്ചി? ദേ ഇവളുണ്ടല്ലോ, ഈ പർദ്ദക്കാരി രാഹില, നിസ്സാരക്കാരിയല്ല. രമേശേട്ടനെ പഞ്ഞി കിട്ടു. എന്താന്ന്? അതേടി, നമ്മുടെ രമേശേട്ടനെ ഇവളുടെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടീന്ന്. രമേശ് ചേട്ടൻ എന്ത് ചെയ്തിട്ടാ? എന്ത് ചെയ്തെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ലോണം കിട്ടിയിട്ടുണ്ട്.